സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ കോഡ്സ് ആൻഡ് റൈറ്റിംഗ്സ് എപ്പിസോഡ് നമ്പർ. സത്യം പറഞ്ഞാൽ മറന്നു കേട്ടോ, അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗ്യാപ്പ് വന്നത്. എപ്പിസോഡ് എത്രയാണ്? 14, 15, 16 എന്തോ അല്ലേ? എനിക്ക് തോന്നുന്നത് 15 തോന്നുന്നുണ്ട്. ഞാൻ ഏതായാലും 15 എപ്പിസോഡ് 15 ആണെന്ന് പറഞ്ഞ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ഈ 16 14 നിങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കുക, ഞാൻ മറന്നു പോയതാണ്. സത്യത്തിൽ ഞാൻ ഓർത്ത് വെച്ചിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടണില്ല. ആൻഡ് നമ്മൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അതിലിപ്പോൾ സെക്കൻഡ് വീഡിയോ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത് ലൈക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത സമയത്ത് കോമന്റ് സെക്ഷനിൽ ഒരുപാട് ആളുകൾ കോമന്റ് ആയിട്ട് കോഡ്സും റൈറ്റിങ്സ് ഒക്കെ എഴുതിയപ്പോൾ നമ്മൾ അവരുടെ റൈറ്റിംഗ് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമുക്ക് എന്താ പറയുക, വീഡിയോ ഇടയിൽ ബ്രേക്ക് വന്നു. അപ്പം നമുക്ക് പിന്നീട് ആരും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി ഇതുപോലത്തെ നമ്മളെ കോമന്റ് സെക്ഷനിൽ, വീഡിയോക്ക് താഴെ കോമന്റ് സെക്ഷനിൽ നിങ്ങൾ സ്വയം എഴുതുന്ന കോഡ്സും റൈറ്റിങ്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്കിനി ലോങ് വീഡിയോസ് ചെയ്യാം. അതായത് നമ്മളെ കോമന്റ് സെക്ഷനിൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എഴുതുന്നതെന്ന് നമ്മുടെ ഓഡിയൻസ് തന്നെ കാണട്ടെ. എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാം, അവരൊരു പേജ് തുടങ്ങുക, അതേപോലെ തന്നെ കോഡ്സും റൈറ്റിങ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. നമ്മളെ തന്നെ ഓഡിയൻസ് ചെയ്യുമ്പോൾ ലൈക്ക് നമുക്കും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഞാനും ഭയങ്കര പ്രൗഡാണ് ആ ഒരു കോട്ട് പറയാനും റൈറ്റിംഗ് പറയാനൊക്കെ. പിന്നെ എന്താ പറയുക, കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിനനുസരിച്ചുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള എന്താ പറയുക, വ്യൂസ് ലൈക്ക് നമുക്ക് ഗ്രോ ആയി വരുന്നേ ഉള്ളൂ. സോ കാണുന്ന ആളുകൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ വെക്കുക, സ്റ്റോറി ഒക്കെ വെച്ചിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക. നാളെ നിങ്ങളുടെ കോട്ടും റൈറ്റിങ്ങും നമ്മൾ ഇതേപോലെ എന്താ പറയുക ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് അതും 10 പേര് കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമാണ്, നമുക്കും ഒരു സന്തോഷമാണ്. കാരണം നിങ്ങൾ എഴുതിയൊരു കോട്ട് നമുക്ക് എന്താ പറയുക റിവീൽ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കും ഉണ്ടാവും. നിങ്ങളെ കോട്ട് 4 ആൾ വായിച്ചല്ലോ അല്ലെങ്കിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സന്തോഷം നിങ്ങൾക്കും ഉണ്ടാവും. സോ നമുക്ക് അധികം വലിച്ചു കിട്ടുന്നത് വേണ്ട, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് കോട്ട് എന്താ പറയുക, വൈസർ നോട്ട്സ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. വെരിഫിക്കേഷൻ ബാഡ്ജ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ ആളുകളുടെ അക്കൗണ്ട് ഇൻസ്റ്റയിൽ സസ്പെൻഡ് ആയി പോകുന്നുണ്ട്. സംഭവം ബോട്ട് അക്കൗണ്ട്സ് മെറ്റ് ഒഴിവാക്കുന്ന സമയത്ത് അതിൽ കുറേ അക്കൗണ്ട്സ് കൂടെ പോവുകയാണ്. അപ്പം പറ്റുന്ന ആളുകൾ വെരിഫിക്കേഷൻ ബാഡ്ജ് ഒക്കെ കിട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, എന്താ പറയുക ക്രിയേറ്റർ അക്കൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വെരിഫിക്കേഷൻ സെൽഫി എന്തായാലും ചെയ്ത് വെക്കുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും ചെയ്ത് വെക്കുക. അത് ചെയ്ത് വെച്ചെന്ന് വെച്ചിട്ട് പോകില്ല എന്നല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു കരുതൽ ഉണ്ടാവും. അപ്പം നമുക്ക് അധികം വലിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് എന്തിലേക്ക് പോവാം, റൈറ്റിങ്സിലേക്ക് പോവാം. സോ വൈസർ നോട്ട്സ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. ഒരു ഇമേജ് ആണ് കേട്ടത്. സെയിം ട്രീ ഡിഫറെൻറ്റ് സീസൺ, റിമെമ്പർ എവറിത്തിങ് ഈസ് ടെമ്പററി. അത് ശരിയാട്ടോ. ഒരു മനുഷ്യൻ എല്ലാ കാലത്തും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. ലൈക്ക് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ മാറും, ബിഹേവിയർ മാറും. കുറേ ആളുകൾ പറഞ്ഞ് അങ്ങനെ കേൾക്കലുണ്ട് കേട്ടോ, എനിക്ക് ആകെ ഒറ്റ ക്യാരക്ടർ ഉള്ളൂ, ഇതാണ് എൻ്റെ ക്യാരക്ടർ എന്ന്. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോ സമയത്തും നമ്മൾ ബിഹേവ് ചെയ്യുന്ന രൂപം മാറും. കാരണം നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചാണ് ആളുകൾ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മരണ വീട്ടിൽ ചെന്ന് സംസാരിക്കുന്നതും ഒരു കല്യാണ വീട്ടിൽ ചെന്ന് നമ്മൾ പെരുമാറുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം, ഒന്ന് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു സിറ്റുവേഷനും ഒന്ന് വളരെയധികം സങ്കടത്തിൻ്റെ ഒരു സിറ്റുവേഷനും കൂടാണ്. സോ ഈ 2 സ്ഥലത്തും ഒരേപോലെ നമ്മൾ ബിഹേവ് ചെയ്യില്ല. നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടാണ് ഏതൊരു മനുഷ്യനും അവിടെ പെരുമാറുന്നത്, സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ മനുഷ്യനും എല്ലാ കാലത്തും ഒരേപോലെ ആവണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സെയിം ട്രീ, ഒറ്റ മരമാണ്, ഡിഫറെൻറ്റ് സീസൺ, പല സീസണാണ്. അതിൻ്റെ താഴെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, റിമെമ്പർ എവറിത്തിങ് ഈസ് ടെമ്പററി. സി, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടെ കേട്ടത്, അതായത് എവറിത്തിങ് ഈസ് ടെമ്പററി. നമ്മൾ എല്ലാ കാലത്തും എല്ലാ ആളുകളും ഒരേപോലെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നോ, അല്ലെങ്കിൽ ഒരേപോലെ അല്ല, ഒരാൾ നമ്മുടെ കൂടെ കാലാകാലം ഉണ്ടാവുന്നൊന്നും ഒരിക്കലും നമ്മൾ എന്താ പറയുക ഉറപ്പിച്ച് വെക്കാൻ പാടില്ല. കാരണം ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ ആളുകളെ മിസ്സാവും, കുറേ ആളുകളുടെ ക്യാരക്ടർ മാറും, നമ്മളോട് ലൈക്ക് അവർ ബിഹേവ് ചെയ്യുന്ന രൂപം മാറും. ആ സമയത്ത് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക, അത് മനസ്സിലാക്കുക. എവറിത്തിങ് ഈസ് ടെമ്പററി എന്ന് പറയുന്ന ആ ഒരു 3 വേർഡ് കൊണ്ടുള്ള ആ ഒരു ചെറിയ ലൈനിന് പല ആളുകളുടെയും ലൈഫ് തന്നെ മാറ്റിയ കഥകൾ പറയാനുണ്ടാവും. സോ അത് ഭയങ്കര ഡെപ്തുള്ള ഒരു സെൻറ്റൻസ് ആണ്. വൈസർ നോട്ട്സ് എന്ന് പറയുന്ന പേജ് ആട്ടോ പോസ്റ്റ് ചെയ്ത്. സച്ച് എ ബ്യൂട്ടിഫുൾ വൺ. ഫസ്റ്റ് കോട്ട് ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. അടുത്തത് അസ്ലം AS ആൻഡ് 3 others 3 പേജിനായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. സ്വപ്നങ്ങൾ വലുതാകുമ്പോൾ ഉറക്കം കുറഞ്ഞേക്കാം. ശരിയാട്ടോ, അത് എനിക്ക് ഭയങ്കരമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അത്രയും എന്താ
എന്താ പറയുക, ഒരു കാര്യത്തിന് വേണ്ടി അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡീപ്പായിട്ട് നമുക്കത് വേണം, വാശിയോട് കൂടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു പറയല്ലോ, അത് കിട്ടാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ, നമ്മൾ നേടിയെടുക്കും എന്നുള്ളൊരു ഇതിങ്ങനെ വരുമ്പോൾ പല രാത്രികളിൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. നമ്മളെ മനസ്സിൽ ലൈക്ക് ഇത് കിട്ടിയേ പറ്റി, നമ്മൾ നേടണം എന്നുള്ള അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ആലോചിക്കും. നമുക്ക് എന്ത് തടസ്സങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മളത് മറികടന്നിരിക്കും, നമ്മളത് നേടിയിരിക്കും. ആരൊക്കെ നമുക്ക് എതിരെ നിന്ന് കഴിഞ്ഞാലും അത് എനിക്കുള്ളതാണ്, ഞാൻ കണ്ട സ്വപ്നമാണ് എന്നുള്ളൊരു ഒരു ബോധം നമ്മളെ ഉള്ളിൽ ഇങ്ങനെ വരും. ആ ഒരു സമയത്തോടെ നമുക്ക് വരുന്നൊരു ഒരു 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 എന്താ പറയുക, ഒരു റിയാക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് എന്തായാലും പ്രോപ്പറായിട്ട് ഒരു സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. കാരണം നമ്മളെ സമാധാനം എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേടുന്നത് വരെ നമുക്കൊരു പ്രോപ്പർ സമാധാനം ഉണ്ടാവില്ല. നമുക്കത് കിട്ടണം. അത് വാശി എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ അതൊരു ഹെൽത്തി വാശിയാണ്. അതായത് നമ്മൾ കണ്ടൊരു സ്വപ്നമാണിത്, അത് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു വാശി ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ അത് നേടിയെടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് സത്യം പറയാം, അത് അനുഭവിച്ച ആളുകൾക്കറിയാം. അവര് അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം, ആ ഒരു സ്വപ്നം നേടിയെടുക്കുന്ന ഒരു പോയിന്റിൽ അവർക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. ആ ഒരു രാത്രി ആ ആളുകൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഡ്രീംസ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമന്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. കാരണം ഇതേപോലെ സ്വപ്നം കാണുന്ന പല ആളുകൾക്കും അത് വലിയൊരു കോൺഫിഡൻസ് ആവും. ഓക്കെ, അടുത്തത് നല്ലൊരു കോട്ട് ഇട്ടത് ഏതേ പേജ്, അസ്ലം ഏസ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്ത. അടുത്തത് ബുക്സ് മൈ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്, ഒരു ഫോട്ടോ ആണ്. എന്നെ ആരും കേട്ടിരുന്നില്ല, കേൾക്കേണ്ട സമയത്ത് എന്നെ ആരും കേട്ടിരുന്നില്ല, പറയാനുള്ളത് ഒരിക്കലും ഞാൻ പറഞ്ഞു തീർത്തിട്ടില്ല. ഇന്ന് ഞാൻ എല്ലാ മനുഷ്യരെയും കേൾക്കും. കേൾക്കാൻ ആളില്ലാതാവുമ്പോൾ ഒരു മനുഷ്യൻ എന്തായി തീരുമെന്ന് എനിക്ക് നന്നായി അറിയാം. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, എന്താ പറയലേ, ഒരു നോക്കു കാണാ ലൈഫിലുണ്ടല്ലോടാ ചില സമയത്ത് നമ്മളിങ്ങനെ പതറിപ്പോവും. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ആവുമോ, അത് നമുക്ക് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ ഇനി അടുത്തെന്നൊന്നും നമുക്കൊരു ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളായിട്ട് നമ്മൾ നിൽക്കുന്ന ലൈഫിലെ ചില പോയിന്റുകൾ ഉണ്ടാവും. ആ ഒരു സമയത്തോടെ നമ്മളിൽ മെജോറിറ്റി ആളുകളും ആഗ്രഹിച്ചു പോകും എന്നെ കേൾക്കാൻ ഒരാള്. പക്ഷെ ഈ ആളുകള് അവര് പോലും അറിയാതെ ആഗ്രഹിക്കുന്ന, സത്യം പറഞ്ഞാൽ കേൾക്കാൻ ഒരാളെ അല്ല, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആദ്യം ഒരാൾ നമ്മളെ കേൾക്കണം. എന്നിട്ട് നമ്മൾ ആരാണോ നമ്മളെ കേൾക്കാൻ റെഡി ആയത് ആ ആളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവണം. ആ ഒരു പോയിന്റിലാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു റിലീഫ് കിട്ടുക. ചിലപ്പോൾ അതിന് സൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും ആളുകൾക്ക് പറഞ്ഞു തരാൻ പറ്റണം എന്നില്ല. പക്ഷെ നമ്മളെ കേൾക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാനും അവർക്ക് പറ്റുമെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു റിലീഫ് ഉണ്ട്, ഒരു സമാധാനം. അതായത് ഒരാളെങ്കിലും ഉണ്ടല്ലോ നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ കുറച്ച് സമയം ആ ആള് റെഡി ആയല്ലോ. അങ്ങനെയുള്ള ആളുകളെ ലൈഫിൽ കിട്ടണമെങ്കിൽ വരെ ഒരു ഭാഗ്യമാണ്, സത്യമാണത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എഴുതി നോക്ക്. ഏതാ പേജ് അറിയോ? ബുക്സ് മൈ സ്റ്റോറി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. അതൊക്കെ ചില സിറ്റുവേഷനിൽ ഈ സ്റ്റേജൊക്കെ ഫേസ് ചെയ്ത ആളുകൾ ഉണ്ടാവും. അതായത് അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരാൾ എന്നെ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഒരാളെങ്കിലും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഇത് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ലൈഫിൽ ചില പോയിന്റിലാണ് ഇങ്ങനത്തെ ആളുകളുടെ വാല്യൂ നമുക്ക് മനസ്സിലാവുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് സംഹിത ഷെയ്നി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. ഇറ്റ് ടേക്സ് ടൈം, യു ആർ മേക്കിംഗ് എ കരിയർ, നോട്ട് മാഗി. ചെറിയ ലൈനാണ്, ഫണ്ണായിട്ടാണ് എഴുതിയത്, പക്ഷെ അത് ഭയങ്കര ഡെപ്ത് ഉണ്ട്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താ വെച്ചാൽ സമയമെടുക്കും. ഇപ്പം ഞാൻ തന്നെ പല ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു വീട്, നല്ല ഭംഗിയുള്ളൊരു വീട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയും, ഓ എന്തൊരു ഭംഗിയാണ് ആ വീട് കാണാൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആ വീട് ആ രൂപത്തിലേക്ക് ആകുന്നതിന് മുൻപ് ആ വീടിന് പല രൂപങ്ങളും ഉണ്ടാവും. ആദ്യം ആ വീടിന് ഒരു സ്ഥലം കണ്ടെത്തണം. എന്നിട്ട് അവിടെ ആദ്യം നമ്മൾ എന്തടിക്കുക, ലൈക്ക് ഇങ്ങനെ കുറ്റി അടിക്കുക എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ.
എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ആദ്യം ലൈക്ക് അതൊക്കെ ലെവൽ ചെയ്യും, എന്നിട്ട് തറ ഇടും, അതിന് മേലെ ബെൽറ്റ് വാർക്കും, പിന്നെ പടവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ടാണ് ഫൈനലാണ് നമുക്ക് ആ ഒരു ഔട്ട് കിട്ടുന്നത്. അതായത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു വീട് നമ്മൾ കാണുക. സോ അതിന് സമയമെടുക്കും. അല്ലാണ്ട് ഇന്ന് സ്ഥലം കണ്ട് നാളെ നമുക്കൊരു ഫൈനൽ ഔട്ട് കിട്ടുന്ന രൂപത്തിലേക്ക് അത് വരില്ല. അത് ഓരോ കാര്യങ്ങൾ വ്യക്തവും കൃത്യമായിട്ട് ചെയ്യണം. ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യണം. അങ്ങനെ തന്നെയാണ് നമ്മളെ കരിയറും നമ്മളെ ലൈഫും. നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കരിയർ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാഷന്റെ പുറകെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഇറങ്ങി നാളെ തന്നെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ടൈം എടുത്ത്, പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം, സത്യസന്ധമായിട്ട് നമ്മൾ നിൽക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ നമ്മൾ വിശ്വസിക്കണം, നമ്മളിലും വിശ്വസിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമ്മൾ നേടുമെന്നതിലും നമ്മൾ വിശ്വസിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും മനസ്സിലാലോചിക്കുക, സമയമെടുക്കും, ക്ഷമ വേണം. പക്ഷെ സമയമെടുക്കും എന്നുള്ളൊരു തോട്ടിൽ വെറുതെ ഇരിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോഴേ നമ്മൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് ഒരു ദിവസം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അത് കിട്ടുന്ന വന്നടാ നമ്മൾ ഹാപ്പി ആവും. അതങ്ങനെയാണ്. സോ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കണം. പിന്നെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരണം എന്ത്, ഇറ്റ് ടേക്സ് ടൈം, യു ആർ മേക്കിംഗ് എ ബിഗ് കരിയർ, നോട്ട് മാഗി. സംഭവം ഫണ്ണാണ്, പക്ഷെ അടിപൊളി ലൈനാണ്. അടുത്തത് ഹിബ ബുക്സ് കോർണർ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്ത ഒരു ബുക്കിലെ ഒരു പേജാണ്. പക്ഷെ അതിൽ അണ്ടർലൈൻ ചെയ്ത കുറച്ച് ലൈൻസ് ഉണ്ട്. പ്രയാസം നിറഞ്ഞ നിങ്ങളുടെ ജോലി തൊഴിൽ രഹിതന്റെ സ്വപ്നമാണ്. ശല്യപ്പെടുത്തുന്ന നിങ്ങളുടെ മക്കൾ കുട്ടികളില്ലാത്തവരുടെ സ്വപ്നമാണ്. നിങ്ങളുടെ കൊച്ചു വീട് വീടില്ലാത്തവന്റെ സ്വപ്നമാണ്. നിങ്ങളുടെ കൊച്ചു സമ്പാദ്യം കടം നിറഞ്ഞവന്റെ സ്വപ്നമാണ്. നിങ്ങളുടെ ആരോഗ്യം രോഗികളുടെ സ്വപ്നമാണ്. നിങ്ങളുടെ പുഞ്ചിരി വിഷമിക്കുന്നവന്റെ സ്വപ്നമാണ്. ആ ഒരു കുറച്ച് ലൈൻസിന്റെ ഉള്ളിൽ ഒരു ലൈഫ് തന്നെ ഒരു എഴുതി വെച്ചില്ലേ. എന്നാലോചിക്ക്, പ്രയാസം നിറഞ്ഞ നിങ്ങളുടെ ജോലി തൊഴിൽ രഹിതന്റെ സ്വപ്നമാണ്. നമ്മൾ ജോലിനെ കുറിച്ച് ഒരുപാട് പ്രയാസങ്ങളും വർക്ക് പ്രഷർ ഉണ്ടെന്ന് പറയുമ്പോഴും അത് പല ആളുകളുടെയും സ്വപ്നമാണ്. അതായത് ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന പല ആളുകളുടെയും സ്വപ്നമാണത്. അതുപോലെ തന്നെ മക്കളെ കുറിച്ച് കുറെ ആളുകൾ ശല്യമാണെന്ന് പറയും, ഭയങ്കര വെറുപ്പിക്കലാണെന്നൊക്കെ പറയും. അവിടെ കുട്ടികളില്ലാത്തവർക്ക് അത് എന്താ പറയാ അതിനൊക്കെ. പിന്നെ വീട്, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, വീടില്ലാതെ തെരുവോരത്ത് കഴിയുന്ന എത്ര ജനങ്ങളുണ്ട്. ആ ആളുകൾക്ക് ഒരു കൊച്ചു വീടെന്ന് പറയുന്നത് അവരുടെ വലിയ സ്വപ്നമാണ്. അതേപോലെ നമ്മളുടെ കൊച്ചു സമ്പാദ്യം. ഈ ലോകത്ത് എത്ര ആളുകൾ കടം കൂടി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കടം വാങ്ങി സമാധാനം പോയ എത്ര മനുഷ്യരുണ്ട്. ആ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് കുറച്ചെങ്കിലും സമ്പാദ്യം, അതായത് കടമില്ലാത്ത ഒരു സമാധാനമുള്ള ജീവിതം ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടടാ. പിന്നെ നമ്മുടെ ആരോഗ്യം, രോഗമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം. ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും അസുഖം വന്ന് ഇപ്പം നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ രോഗമൊക്കെ ഒന്ന് മാറി പഴയതുപോലെ ഒന്ന് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ. പിന്നെ നമ്മുടെ പുഞ്ചിരി വിഷമിക്കുന്നവൻ്റെ സ്വപ്നമാണ്. ഒക്കെ ചെറിയ ലൈൻസാണ്, പക്ഷെ ഡെപ്തുള്ള മീനിങ് ആണ്. ലൈഫ് കംപ്ലീറ്റ് ആയി എഴുതി തീർത്ത പോലെ. അടുത്തത് ജുരു 76 എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. എന്താ അത്, ഫോളോസും നോൺ ഫോളോസും ആയാലുണ്ട്. വൺസ് യു സ്റ്റാർട്ട് പോസ്റ്റിംഗ് ഓൺലൈൻ യു റിയലൈസ് സ്ട്രേഞ്ചേഴ്സ് ആർ മോർ സപ്പോർട്ടീവ് ദാൻ ദ പീപ്പിൾ യു ആക്ച്വലി നോ. 100% ഫാക്റ്റാണ്, 100% സത്യമായ ഒരു കാര്യമാണത്. വൺസ് യു സ്റ്റാർട്ട് പോസ്റ്റിംഗ് ഓൺലൈൻ യു റിയലൈസ് സ്ട്രേഞ്ചേഴ്സ് ആർ മോർ സപ്പോർട്ടീവ് ദാൻ ദ പീപ്പിൾ യു ആക്ച്വലി നോ. സത്യമാണ്, ഞാനൊക്കെ ഫേസ് ചെയ്തൊരു കാര്യമാടാ. നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു കടൽ പോലെ കിടക്കുന്ന പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ടിന് വരിക കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ആവും. നമുക്ക് മുൻപരിചയങ്ങളോ നമ്മൾ ആരാണെന്നോ നമ്മൾ എന്താണെന്നോ അറിയാത്ത ആളുകളാവും. അടിപൊളിയായിട്ടുണ്ട്, കീപ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം നമ്മളടുത്ത് വരിക. ഫേസ് ചെയ്ത ആളുകൾക്കുണ്ടല്ലോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും കിഡിലൻ കോട്സും റൈറ്റിങ്സ് കേട്ടോ.
സോ ഇന്നത്തെ ഞാൻ വീണ്ടും പറയുന്ന എപ്പിസോഡ് 15 ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും എപ്പിസോഡ് 15 ഞാൻ വിശ്വസിക്കുന്ന എപ്പിസോഡ് 15 ഫൈനൽ കോട്ട് എന്താണ് നമുക്ക് നോക്കാം. 16 ആണെങ്കിലും എന്നോട് ക്ഷമിക്കണം, 14 ആണെങ്കിലും എന്നോട് ക്ഷമിക്കണം. ഓക്കെ, ഉമേർ ഫാസിലി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, 6 അടി മണ്ണിലലിയും നാൾ വരെ ആരിലും ഒരു ഭാരമാവാതിരിക്കട്ടെ. ഒരു മനുഷ്യന് അൾട്ടിമേറ്റ് ആയിട്ട് പേഴ്സണലി മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരാൾക്ക് പോലും ഭാരമാവരുത്. ഒരുപാട് ആളുകൾ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പുറത്ത് എത്ര നമ്മൾ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഞാൻ അങ്ങനെ പറയല്ല, പക്ഷെ കുറേ പ്രായമായ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കൾക്ക് ഭാരമാവരുത് എന്ന്. ഒന്ന് അത് പറയുമ്പോൾ ഓരോ മനസ്സിലെത്ര സങ്കടം ഉണ്ടാവില്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ആ മക്കളെ പോറ്റി വളർത്തിയതും ഒരുപാട് വലിയ നിലയിൽ എത്തിച്ചതും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും ആ പേരൻസ് ആവും. എന്നിട്ട് ആ പേരൻസ് ഒരു പ്രായമാകുമ്പോൾ പറയാണ് അവർക്ക് ഭാരമായി പോകരുത്. എങ്ങനെയാടാ ഭാരമാവുക? ഭാരമാവൂല. എത്ര ആളുകൾ പറയില്ലേ, ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മരിച്ച് മണ്ണടിയും വരെ, 6 അടി മണ്ണിലലിയും വരെ ആരിലും ഒരു ഭാരമാവാതിരിക്കട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ എത്ര പുറത്ത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മെജോറിറ്റി ആളുകളുടെ മനസ്സിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ട് തന്നെയാണത്. മരിച്ചു പോകുന്നത് വരെ ഒരാൾ പോലും പറയരുത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഉള്ളത് ബുദ്ധിമുട്ടാണെന്ന് ആരെക്കൊണ്ടും പറയാനൊരിടം വരരുത്. എനിവേ, നമ്മുടെ ഇന്നത്തെ കോട്ട്സ് ആൻഡ് റൈറ്റിങ്സ് ഇവിടെ വെച്ച് തീരുകയാണ്. ഇപ്പം നമ്മൾ എന്താ പറയുക, വായിച്ചതിൽ കംപ്ലീറ്റും ലൈഫുമായിട്ട് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കോഡ്സ് ആണ്. എഴുതുന്ന ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തത് കൊണ്ടാകണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് എഴുതാൻ പറ്റുന്നത്. ഒരാൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ പറ്റുന്നോ അയാൾ അത്രയും ആത്മാർത്ഥമായിട്ട് ആ ഒരു കാര്യത്തെ എടുത്തിട്ടുണ്ടാകണം ഉള്ളിലോട്ട്. അതിനെക്കുറിച്ച് ആഴത്തിൽ അയാൾ ചിന്തിച്ചിട്ടുണ്ടാകണം. ചില ആളുകൾക്ക് ആ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഫേസ് ചെയ്തിട്ടും ഉണ്ടാകും. എനിവേ, അപ്പോൾ നിങ്ങളും കോഡ്സ് എഴുതുന്ന ആളുകളും റൈറ്റിങ്സ് ഒക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കോമന്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതുക. നമുക്ക് അത് വെച്ചിട്ട് ബിഗ് വീഡിയോ, ലോങ് വീഡിയോ നമുക്ക് ചെയ്യണം എന്തായാലും. കാരണം നമ്മളെ ആളുകൾ മാക്സിമം ഗ്രോ ചെയ്ത് വരിക. എഴുതാൻ ആഗ്രഹമുള്ള ആളുകൾ ഇൻസ്റ്റാ പേജ് തുടങ്ങുക. ഇതേപോലെ എന്നിട്ട് എന്താ പറയുക, എൻ്റെ ഇൻസ്റ്റയിലേക്ക് ഞാൻ ഹാബിൽ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് തരാം. നമുക്ക് അത് വെച്ച് ലോങ് വീഡിയോ ചെയ്യാം. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.